ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. അപരന്മാരുടെ കാര്യത്തിൽ നാളെയും മറ്റന്നാളുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം അന്തിമ തീരുമാനം എടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലായി 3 പേരുടെ പത്രികകൾ തള്ളി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അപരനായി പത്രിക സമർപ്പിച്ച എൻ പീതാംബരക്കുറുപ്പിന്റെ വിശ്വാസ്യത വീണ്ടും പരിശോധിക്കും. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിട്ടുണ്ട്. അപരനായി മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ പത്രികയുടെ കാര്യത്തിൽ നാളെ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കും. എറണാകുളത്ത് 4 പേരുടെ പത്രിക ജില്ലാ കളക്ടർ തള്ളി. മലപ്പുറത്ത് സിപിഎമ്മിലെ ടി കെ ഹംസയുടെ അപരനായി രംഗത്തെത്തിയ ടി കെ ഹംസയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയി. പൊന്നാനിയിലും 2 പത്രികകൾ തള്ളിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷിനെയും പി കെ ബിജുവിനെയും വിലക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ ഹൈക്കോടതി തള്ളി. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവരായതിനാൽ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഇവർക്ക് അർഹതയില്ലെന്ന് പരാതിപ്പെട്ടുള്ള 3 ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. സ്ഥാനാർത്ഥിയുടെ ജാതി തർക്ക വിഷയമായതിനാൽ ഇക്കാര്യം പരിശോധിക്കാൻ കോടതിയുടെ റിട്ട് അധികാരം ഉപയോഗിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു.